ഹായ് ഹോൾ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ദീപാവലി സ്പെഷ്യൽ റെസിപ്പി തന്നെയാണ്. തേങ്ങയും പാലും മാത്രം വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈസി സിമ്പിൾ റെസിപ്പി തന്നെയാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ. അപ്പോൾ എങ്ങനെ തയ്യാറാക്കാൻ നോക്കിയാലോ. ആദ്യം തന്നെ പാൻ ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് പാലട്ട് ഒഴിച്ച് കൊടുക്കേണ്ടത് 200 ഗ്രാം പാലട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. 200 ഗ്രാം പാലിലേക്ക് 150 ഗ്രാം പഞ്ചസാര ആയിട്ട് എടുക്കേണ്ടത്. ഈ പാലൊന്ന് ആദ്യം നന്നായിട്ട് തന്നെ തിളപ്പിച്ചെടുക്കട്ടോ. തിളക്കുന്നതിന് മുമ്പ് എൻ്റെ പഞ്ചസാരയും ചേർത്ത് കൊടുക്കുക. അപ്പോൾ പാലും പഞ്ചസാരയും പെട്ടെന്ന് തന്നെ പഞ്ചസാര അരിഞ്ഞും കിട്ടും, പാല് തിളച്ചും കിട്ടും. 150 ഗ്രാം പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത്. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂണിൽ കൂടാൻ പാടില്ല കേട്ടോ. ടേസ്റ്റിന് വ്യത്യാസം വരും. ഒരു കളറിന് വേണ്ടിയിട്ട് മാത്രമാണ്. ഇനി ഓറഞ്ച് ഫുഡ് കളർ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. സാഫ്രോണൊക്കെ ഉണ്ടെങ്കിൽ അത് പാലിൽ കലക്കിയിട്ട് അതൊക്കെ ചേർത്ത് കൊടുക്കുക. അതൊന്നും ഇപ്പോൾ എല്ലാവരുടെ കയ്യിലും ഉണ്ടായിക്കൊള്ളുന്നില്ലല്ലോ. അപ്പോൾ അതിന് ഇല്ലാത്തവർ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് പാലൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് പാലൊക്കെ ഒന്ന് തിളപ്പിച്ചെടുക്കട്ടോ. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഡെസിക്കേറ്റഡ് കൊക്കനട്ട് കേട്ടോ, അതും കൂടെ ചേർത്ത് കൊടുക്കുക. 200 ഗ്രാം ഡെസിക്കേറ്റഡ് കൊക്കനട്ടാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. 200 ഗ്രാം പാലിലേക്ക് 200 ഗ്രാം കൊക്കനട്ടും കൂടെ എടുക്കട്ടോ. എന്നിട്ട് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് വറ്റി വരുന്ന വരെ ഒന്ന് വേവിച്ചെടുക്കട്ടോ വേണ്ടത്. ഇനി ഡെസിക്കേറ്റഡ് കൊക്കനട്ട് ഇല്ലേ ചാറിന് ടെൻഷൻ അടിക്കേണ്ട. എല്ലാവരും വീട്ടിൽ തേങ്ങ ഉണ്ടാവുമല്ലോ, അത് വെച്ച് ചെയ്തെടുത്താണ്. തേങ്ങേൻ്റെ ബ്രൗൺ വശം ഒഴിവാക്കിയിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്താൽ മതി കേട്ടോ. കൈയാണെങ്കിൽ ഒന്ന് വറുത്തെടുത്താൽ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും. ആ പച്ചമണമൊക്കെ മാറുന്ന വരെ ഒന്ന് തേങ്ങ വറുത്തെടുക്കുക. എന്നിട്ട് ഇതുപോലെ ചെയ്തെടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ചെറുതായിട്ട് തന്നെ പൊടിച്ചെടുക്കാൻ നോക്കട്ടോ. ഇത് ഏകദേശമൊക്കെ ഇതാ വെള്ളമൊക്കെ ഏകദേശമൊക്കെ വറ്റി വരാറായിട്ടുണ്ട്. ഈ ചട്ടിയിൽ നിന്ന് വിട്ട് കിട്ടുന്ന ഒരു പരിവട്ടം, ആ പരിവത്തിലിട്ട് ആയി കിട്ടേണ്ടത്. ദീപാവലിയൊക്കെ ആയതുകൊണ്ട് സ്വീറ്റ്സ് കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടമുണ്ടാവുമല്ലോ. അപ്പോൾ കടയിൽ നിന്ന് വാങ്ങിക്കാത്തവരൊക്കെ ഉണ്ടാവുമല്ലോ. പക്ഷെ ഇത് ഉണ്ടാക്കാൻ ഇത്ര എളുപ്പമായിരുന്നു എന്ന് ഉണ്ടാക്കിയപ്പോഴായിട്ട് അറിഞ്ഞത്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ഗീയും കൂടെ ഒഴിച്ച് കൊടുക്കട്ടോ. 1 ടീസ്പൂൺ തന്നെ മതി, അതിൽ കൂടുതൽ വേണ്ട. ഇതിൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റി വരുന്ന വരെ ഒന്നും കൂടെ വേവിച്ചെടുക്കണം. ലോ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്തെടുക്കട്ടോ. ഇനി അടിക്ക് പിടിക്കും, പെട്ടെന്ന് കരിഞ്ഞു പോകുകയും ചെയ്യും. അത് ഏകദേശമൊക്കെ ആയിട്ടുണ്ട്. ചട്ടിയിൽ നിന്ന് കിട്ടുന്ന വീഡിയോയിൽ കാണുന്നുണ്ടല്ലോ, ചട്ടിയിൽ കിട്ടുന്ന പരിഭവമായിട്ടുണ്ട്. ഇത്രയും ആയി കഴിഞ്ഞാൽ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കട്ടോ വേണ്ടത്. അപ്പോൾ 2 പാത്രത്തിലാക്കിയിട്ടാണ് പകുതി ഒരു പാത്രത്തിലേക്കും പകുതി ഒരു പാത്രത്തിലേക്കും ആ രീതിക്കട്ടോ മാറ്റിയെടുക്കുന്നത്. ഒന്നിലേക്ക് ബിസ്തൻ്റെ എസൻസ് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഗ്രീൻ ഫുഡ് കളർ ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അത് ചേർത്ത് കൊടുക്കാൻ നിർബന്ധമൊന്നുമില്ല, കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതിയിട്ടല്ലേ. അല്ലാഞ്ഞാൽ പിന്നെ യെല്ലോ കളറായിട്ട് മൊത്തത്തിൽ ചെയ്തെടുത്താൽ മതി. അത് ചേർത്ത് കൊടുത്ത് നല്ലൊരു ഭംഗിയുണ്ടാവും കാണാൻ. ടേസ്റ്റൊക്കെ ഒരേപോലെ തന്നെയാണ് കേട്ടോ, ടേസ്റ്റിനൊന്നും വ്യത്യാസമില്ല. അപ്പോൾ അത് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. 3 ഡ്രോപ്സ് ആട്ടോ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തത്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കട്ടോ. ഇനി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് പുഡിംഗ് ട്രേ ആയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത്. സ്ക്വയർ ഷേപ്പിലുള്ള എന്തെങ്കിലും എടുക്കുകയാണ് നല്ലത്. സ്ക്വയറായിട്ട് തന്നെ കിട്ടിക്കോളും. ബട്ടർ പേപ്പർ വെച്ച് പുഡിംഗ് ട്രേയിൽ നിന്ന് ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ട് ആദ്യം യെല്ലോ കളർ അടിയിലിട്ട് കൊടുക്കട്ടോ. ഇത് നന്നായിട്ട് തന്നെ പ്രസ് ചെയ്തിട്ട് പരത്തി കൊടുക്കുക, ലെവൽ ചെയ്തിട്ട്. പിന്നെ ഇതിന് മുകളിലാണ് കേട്ടോ ബിസ്തൻ്റെ അത് ചേർത്ത് കൊടുക്കേണ്ടത്. ബട്ടർ പേപ്പർ ഇല്ലേ വെച്ചിട്ട് ആരും ടെൻഷൻ അടിക്കേണ്ട. എല്ലാവരും വീട്ടിൽ വൈറ്റ് പേപ്പർ ഉണ്ടാവില്ല, അതിലൊന്ന് ഓയിൽ ബ്രഷ് ചെയ്താൽ ബട്ടർ പേപ്പർ ആയി കിട്ടും കേട്ടോ. അങ്ങനെ ചെയ്തെടുത്താൽ മതി. ഞാൻ ബിസ്തൻ്റെ എസൻസ് ചേർത്ത് അതും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഇതിന് മുകളിൽ ഇതുപോലെ തന്നെ പ്രസ് ചെയ്ത് കൊടുക്കട്ടോ.
നന്നായിട്ട് കൈയിടൊന്നും പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ല ഷേപ്പിൽ കിട്ടിക്കോളും. എന്നിട്ട് ഇതൊരു അരമണിക്കൂറൊക്കെ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി കേട്ടോ. പെട്ടെന്ന് തന്നെ സെറ്റായി കിട്ടും. അങ്ങനെ ഒരു അലിഞ്ഞൊരു സോഫ്റ്റ് ഷേപ്പിലാണ് ആയി കിട്ടുക. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ ഉള്ള അതേ രീതിക്ക് തന്നെ, ഒരു വ്യത്യാസമില്ല കഴിക്കുമ്പോൾ. അപ്പോൾ ഫ്രിഡ്ജിൽ അരമണിക്കൂർ വെച്ചിട്ട് കട്ട് ചെയ്തിട്ടൊന്ന് കാണിച്ച് തരാം കേട്ടോ. ബട്ടർ പേപ്പർ വെച്ച് കൊടുത്ത് പെട്ടെന്ന് തന്നെ എടുക്കാൻ സുഖം. അത് പേപ്പർ കൊടുക്കാണ്ട് എടുത്തിട്ട് ഇനി ഒരു പ്ലേറ്റിലേക്ക് തട്ടി കൊടുക്കട്ടോ. കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. ഈ രീതിക്ക് കേട്ടോ കട്ട് ചെയ്തെടുക്കേണ്ടത്. സ്ക്വയർ ഷേപ്പിൽ തന്നെ ചെറിയ പീസായിട്ട്. ദീപാവലി സ്വീറ്റ്സൊക്കെ അങ്ങനെയുള്ള നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ കിട്ടാറ്. അപ്പോൾ ആ രീതിക്ക് തന്നെ കട്ട് ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ കേട്ടോ. സിമ്പിൾ റെസിപ്പി അല്ലേ, എല്ലാവരും ഉണ്ടാക്കി നോക്കട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, കമൻസൊക്കെ അറിയിക്കുക. മറ്റൊരു നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.